ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ബീച്ചിൽ പോയാലോ? ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ളൊരു ബീച്ചാണ് അൽദന ബീച്ച്. ഞങ്ങളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്ത് കയറി നോക്കിയപ്പോൾ തന്നെ സൈഡിൽ കുറേ പാർക്ക് പോലെ കുറച്ച് ഏരിയ കാണുന്നുണ്ട്, കുറച്ച് റെസ്റ്റിംഗ് പ്ലേസ് കാണുന്നുണ്ട്. സൈഡിൽ നമുക്ക് കഫറ്റേരിയസൊക്കെ ഉണ്ട്, നമുക്ക് ആവശ്യമുള്ള വെള്ളം അങ്ങനെയുള്ള മുതലായ കാര്യങ്ങളൊക്കെ അവിടെ പോയി വാങ്ങിക്കാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഞങ്ങൾ ബീച്ചിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തി. നോക്കൂ, ഇഷ്ടംപോലെ കുടകളൊക്കെ കാണാൻ പറ്റും. നമുക്ക് ബീച്ചിൻ്റെ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ചിരിക്കാനുള്ള ചെയർസൊക്കെ അവിടെ അവൈലബിളാണ്. കോസ്റ്റ് ഗാർഡിനെ കാണാൻ പറ്റും. എന്ത് നല്ല ഭംഗിയുള്ളതല്ലേ. ഈ കടലിന് അത്ര അധികം ആഴമൊന്നുമില്ല, നമുക്ക് നല്ല രീതിയിൽ ഉള്ളിലോട്ട് പോകാൻ പറ്റും. ഞങ്ങളുടെ കുഞ്ഞൂസ് വെള്ളത്തിനകത്ത് കളിച്ച് രസിക്കുകയാണ്. അധികം തിരക്കൊന്നുമില്ല, ശാന്തമായിട്ടൊരു വ്യൂ. ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ വന്ന് എൻജോയ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ കടലിൽ നിന്ന് തിരിച്ച് കയറുകയാണ്. ഡ്രസ്സൊക്കെ മാറി കുറച്ച് നേരം പാർക്കിൽ ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായുണ്ട്. ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ വന്ന് സെറ്റായി. ഇവിടുത്തെ നൈറ്റ് വ്യൂ എന്ന് പറയുന്നൊരു സൂപ്പർ, ലൈറ്റെല്ലാം ഓൺ ആയപ്പോഴത്തേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഓരോ കൂടാരത്തിൻ്റെ അടിയിലും നമുക്ക് ഓരോ ടേബിൾ ആൻഡ് ചെയേഴ്സും നമുക്ക് കാണാൻ പറ്റും. വേറൊന്നുമല്ല, നമുക്ക് ഫുഡൊക്കെ ഗ്രില്ല് ചെയ്ത് കഴിക്കണമെങ്കിലും അത് ഷെയർ ചെയ്ത് ഒരുമിച്ചിരുന്ന് കഴിക്കാനൊക്കെ ഉള്ള സൗകര്യമാണ് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെ അല്ലാതെ വേറെ രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും. അതായത് സീയുടെ വ്യൂ കണ്ടു ഇരുന്നുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യവും സ്ഥലവും അവിടെ അവൈലബിൾ ആണ്. ക്ലീൻലിനെസ് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. നമ്മൾ എന്ത് ഫുഡ് എടുത്താലും അത് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള ഗാർബേജ് ബോക്സൊക്കെ അവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടേബിൾസൊക്കെ നമുക്കുണ്ട്. നമുക്ക് സീ വ്യൂസൊക്കെ കണ്ടിരുന്ന് ആസ്വദിച്ച് ഫുഡൊക്കെ കഴിക്കാവുന്നതാണ്. ഓൾ ടുഗദർ ഇതൊരു അടിപൊളി വ്യൂ ആണ്. ഈ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കണ്ട് പയ്യനെ പാർക്കിൽ നിന്ന് ഇറങ്ങുകയാണ്. ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ. ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്.